ഓപ്ഷൻ ട്രേഡിംഗിൽ നിങ്ങൾ ലോസ് നിൽക്കുന്ന ട്രേഡർ ആണോ? നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഓപ്ഷൻ ട്രേഡിംഗിൽ നിങ്ങൾ ലോസ് നിൽക്കുന്ന ട്രേഡർ ആണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യുക. ഓപ്ഷൻ ട്രേഡിംഗ് ലോസിൽ പോകാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. നമുക്ക് ഓവർ ട്രേഡിങ്, അതുപോലെ കറക്റ്റായിട്ടുള്ള സ്ട്രാറ്റജി ഫോളോ ചെയ്യാതിരിക്കുക, അതുപോലെ തന്നെ ടിപ്സ്, ഇങ്ങനെ ടെലിഗ്രാം ചാനൽസ് വരുന്നതൊക്കെ ഫോളോ ചെയ്യുക. ജസ്റ്റ് ലൈക്ക് എന്താണ് ബ്ലൈൻഡ് ട്രേഡിംഗ് എന്ന് പറയും. നമുക്കത് അവർ തരുന്നത് ബ്ലൈൻഡായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നു. മാർക്കറ്റ് എന്താണെന്നും നമ്മൾ നോക്കുന്നില്ല. അപ്പം നമ്മൾ ഓപ്ഷൻ ട്രേഡിംഗ് നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് വേണമെങ്കിൽ കറക്റ്റായിട്ടൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്യണം. അവിടെയാണ് WinTrader നിങ്ങൾക്ക് ഹെൽപ്പ് ആകുന്നത്. എങ്ങനെയാണെന്ന് ഈ ഒരു ചെറിയ വീഡിയോ വഴി ഞാൻ കാണിച്ചു തരും. സിമ്പിൾ ട്രേഡിംഗ് സ്ട്രാറ്റജി നിങ്ങൾക്ക് ലൈവായിട്ട് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇത് പെർഫോമൻസ് കാണുന്നുണ്ടെങ്കിൽ താഴെ നമ്പറുണ്ട്, വിളിക്കുക. അല്ലെങ്കിൽ എൻ്റെ ഓഫീസ് വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഓഫീസ് ഒരു ആലപ്പുഴ ചേർത്തല KSRTC സ്റ്റാൻഡ് അടുത്തായിട്ടാണ്. വന്ന് കാണുന്നവർക്ക് വരാവുന്നതാണ്. അപ്പം ഇതിലെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ സോഫ്റ്റ്വെയർ ഓപ്ഷനിൽ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇന്ത മണിയോ ഔട്ട് ഓഫ് ദ മണിയോ ഏത് ചാർട്ടാണ് നമുക്ക് പ്രീമിയം ചാർട്ട് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ട്രേഡ് എടുക്കുമ്പം അതും കൂടെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് ലോസ് ഒഴിവായി കിട്ടും. അപ്പോൾ ഈ ഇന്ത മണി അതും അറിയാത്ത ബേസിക് അറിയാത്തവർ നമ്മൾ ആ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് സോഫ്റ്റ്വെയർ ത്രൂ എങ്ങനെ ട്രേഡ് എടുക്കുന്നതാണ് നമ്മൾ ഫുൾ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് 19,500 കോൾ ഓപ്ഷൻ ചാർട്ടാണ്. 19,500 കോൾ ഓപ്ഷൻ പ്രീമിയം ചാർട്ടാണ്. അപ്പോൾ നമ്മൾ ഓപ്ഷൻ ബയറാണ്. നമ്മൾ കോൾ എടുത്താലും പുട്ട് എടുത്താലും നമ്മൾ പ്രീമിയം ചാർട്ടിൽ എന്താണ് ബൈയെ കാണിക്കാവുള്ളൂ. ഇവിടെ ബൈ കാണിച്ചാൽ മാത്രം പോരാ, അത് കൺഫേം ആണെങ്കിൽ മാത്രം നമ്മൾ ട്രേഡ് എടുക്കുക. കൺഫർമേഷൻ പാർട്ട് ഫസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം എനിക്ക് വേണ്ട ഒരു ഇന്ദമണി ട്രേഡിംഗ് ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഇന്ദമണിയുടെ ചാർട്ട് എടുത്തിട്ട് ഏത് സ്ട്രൈക്കാണ് വേണ്ട ആ സ്ട്രൈക്ക് എടുത്തിട്ട് നോക്കുക. അവിടെ നമുക്ക് ഇതുപോലെ ബൈസിക്കിൾ കാണിക്കണം. ബൈ കാണിച്ചിട്ട് ഇത് കൺഫേം ആണ് നമ്മൾ ചെക്ക് ചെയ്യുക. ഈ ബൈസിക്കിൾ വന്നിരിക്കുന്നത് ഇവിടെയല്ല. അപ്പം നമ്മൾ എൻട്രി എടുക്കേണ്ട സെക്കൻഡ് ക്യാനിലാണ്. സെക്കൻഡ് ക്യാനിൽ ഓപ്പണിംഗ് പ്രൈസ് ആണ്. ഈ നമുക്ക് നമ്മൾ എടുക്കുന്ന പ്രീമിയം ചാർട്ടിൽ തന്നെ കാണിച്ചു തരും. അതിൻ്റെ എൻട്രി എക്സിറ്റ് ഒക്കെ അവിടെ തന്നെ കാണിച്ചു തരും. ഇപ്പം നമുക്ക് ബൈ വന്നിരിക്കുന്നത് എത്ര 199.05 നമുക്ക് എന്താ തന്നിരിക്കുന്നത് 19,500 കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ 199 ബൈ ചെയ്താൽ സോഫ്റ്റ്വെയറിൻ്റെ കാണിച്ചു തരും. താഴത്ത് നോക്കിയാൽ 218, 90, 234, 250 3 എക്സിറ്റ് ലെവൽ സോഫ്റ്റ്വെയറിനെ കാണിച്ചു തരും. അപ്പോൾ എൻട്രിയും സോഫ്റ്റ്വെയർ കാണിച്ചു തരും, എക്സിറ്റ് ലെവലിൽ സോഫ്റ്റ്വെയർ കാണിച്ചു തരും. അപ്പോൾ നമുക്ക് ഈസി ആണല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് കൺഫേം ആണോ എന്ന് നോക്കാം. നമുക്ക് കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് അതിനകത്ത് ട്രേഡ് എത്തിച്ചാൽ മതി. അപ്പോൾ കൺഫർമേഷൻ എങ്ങനെ ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ ബൈസിക്കിൾ വന്ന ശേഷം താഴത്തെ പ്രൈസ് എന്തായിരിക്കണം ബൈസോണിന് എഴുതി കാണിക്കണം. അതുപോലെ ബൈസിക്കിളിൻ്റെ ആരോ വന്നതിൻ്റെ സെക്കൻഡ് ക്യാനിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. കാരണം വെച്ചാൽ സെക്കൻഡ് ക്യാനിൽ ഓപ്പണിംഗ് പ്രൈസ് ആണ് ഈ 199 കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ താഴത്തെ ബാർ എന്തായിരിക്കണം ഗ്രീൻ ആയിരിക്കണം. ഈ രണ്ട് കൺഫർമേഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ട്രേഡ് എത്തിച്ചാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്ന പ്രീമിയം ചാർട്ടിലാണ്. പ്രീമിയം ചാർട്ടിലാണ് നമ്മൾ കൺഫർമേഷൻ ചെക്ക് ചെയ്യുന്നത്. അവിടെ നമുക്ക് ബൈ സിഗ്നലും കൺഫർമേഷൻ എന്ന് വെച്ചാൽ താഴത്തെ ബാർ ഗ്രീൻ ആൻഡ് പ്രൈസ് ബൈസോൺ. അപ്പോൾ നമുക്ക് സെക്കൻഡ് ക്യാനിൽ കൺഫർമേഷൻ ഇല്ലെങ്കിൽ നോ പ്രോബ്ലം. തേർഡ് ക്യാനിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ കേസിലെന്ന് വെച്ചാൽ നമുക്ക് റെഡ് സ്റ്റാർ റെസിസ്റ്റ് ചെയ്യുന്ന ലെവല് റെസിസ്റ്റർ ബ്രേക്ക് ചെയ്താണ് കയറിയിരിക്കുന്ന മാർക്കറ്റ്. അപ്പം നമുക്ക് താഴത്തെ ബാർ ഇല്ലെങ്കിൽ കൂടി പ്രൈസ് ബൈസോൺ ആണെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാം. ഇനി നമുക്ക് എക്സിറ്റ് ലെവൽ കാണിച്ചാൽ 199 ഞാൻ ബൈ എടുത്തെങ്കിൽ 218, 234, 250 3 ടാർഗറ്റ് സോഫ്റ്റ് കാണിച്ചിട്ടുണ്ട്. ആ 3 ടാർഗറ്റ് ഇപ്പോൾ ഈ ഒരു സിഗ്നൽ 3 ടാർഗറ്റും അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പ്രീമിയം ചാർട്ടിലെ കൺഫർമേഷൻ ആണ് ഞാൻ കാണിച്ചത്. ഞാൻ കാണിച്ച ആ 19,500 കോൾ ഓപ്ഷനിൽ ബൈ വന്നിട്ട് അത് കയറിപ്പോയി കൺഫേം ആയിരുന്നതുകൊണ്ട് കൺഫേം ആണെങ്കിൽ 80 to 90% കുറിച്ച് നമുക്ക് ഡെഫിനറ്റ്ലി കിട്ടും. ഇനി ഇതെങ്ങനെയാണ് ഈ 19,500 ഞാൻ എടുത്തതെന്ന് വെച്ചാൽ ഞാൻ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട രാവിലെ അണ്ടർലൈൻ അസെറ്റാണ്. അവിടെ നമുക്ക് അറിയാൻ പറ്റും കോൾ എടുക്കണോ പുട്ട് എടുക്കണോ ഏത് സ്ട്രൈക്ക് എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഈ കിടക്കുന്ന ഒരു വൈറ്റ് വെർട്ടിക്കൽ ലൈൻ കണ്ടോ ഡേ സെപ്പറേഷൻ. അപ്പം രാവിലെ നമുക്ക് സെൽ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ പുട്ട് ഓപ്ഷൻ എടുക്കേണ്ടായിരുന്നു കൺഫേം അല്ലാത്ത കാരണം. ആൻഡ് അത് കഴിഞ്ഞ് ബൈസിക്കിൾ വന്ന 19,697 ഏറ്റവും മേളിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. നിഫ്റ്റിയുടെ ബൈ ലെവലാണ് സോഫ്റ്റ് കാണിച്ചിരുന്നത് 19,697. ഈ ലെവലിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ ലെവലിൽ നിന്ന് അതിൻ്റെ സ്ട്രൈക്ക് സെലക്ട് ചെയ്യുന്ന സിമ്പിൾ അല്ലേ. ഇവിടെ നമുക്ക് ഇൻ ദ മണിയോ അറ്റ് ദ മണിയോ ഔട്ട് ഓഫ് ദ മണി നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഏതാണോ ആ ഒരു സ്ട്രൈക്ക് സെലക്ട് ചെയ്യുക. ഞാൻ 19,697 ഞാൻ 19,500 എടുത്തത് ഇൻ ദ മണിയുടെ ഇതിലാണ്, ഇൻ ദ മണി ഓപ്ഷനാണ് എടുത്തത്. ഇതുപോലെ നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ എടുത്താൽ നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ പ്രീമിയം ചാർട്ട് ഓപ്പൺ ചെയ്ത് നോക്കുക. ആ സ്ട്രൈക്കിൻ്റെ പ്രീമിയം ചാർട്ട് ഓപ്പൺ ചെയ്ത് നോക്കുക. അവിടെ കൺഫേം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ട്രേഡ് എടുത്തേച്ചാൽ മതി. അപ്പോൾ ഈ പറഞ്ഞത് വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. 100% മന്ത്ലി റിട്ടേൺ ഗ്യാരണ്ടി തരുന്ന ഒരു ഓപ്ഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.